നമ്മുടെ കയ്യിൽ രണ്ട് പോക്കോസ് വേരിയന്റ്. ഇതിലൊന്ന് നമ്മൾ ഗീവ് അവേ കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട്. ഈ ഫോൺ എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. വെൽക്കം ടു യുവർ ചാനൽ ദി ഫോണസ് മെൽബോൺ. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പോക്കോ X3 ആണ്. പോക്കോ X3 കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയതാണ്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ അണ്ടർ 20,000. പോക്കോ X3യുടെ അൺബോക്സിംഗും ഫസ്റ്റ് ലുക്ക് ക്വിക്ക് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് അപ്പോൾ കിടക്കാം. നമ്മുടെ സുഹൃത്ത് ചോക്കോട്ടാക്കോയാണ് ഫോൺ അൺബോക്സ് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഫോണിൻ്റെ പാക്കേജ് ലുക്ക് സ്റ്റൈലിഷ് വിത്ത് ബ്ലാക്ക് ആൻഡ് യെല്ലോ ഡിസൈൻ. ലെറ്റ്സ് സീ വാട്ട് ഓൾ തിങ്സ് ആർ ഇൻസൈഡ്. We have the Poco branding, regular SIM ejector and the transparent cover. Manual SIM ejector transparent cover is actually with good quality. Flexible ആണ്, എന്നാലും നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫോൺ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഫോൺ കവർ ഊരി മാറ്റുന്നു, സ്വിച്ച് ഓൺ കൊടുക്കുന്നു. സ്വിച്ച് ഓണിന് കുറച്ച് ടൈം പിടിക്കും. അതാവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചാർജറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വൈറ്റ് ചാർജറാണ്, വൈറ്റ് 30 വാട്ട് ചാർജർ വിത്ത് USB-C. സോ അതൊക്കെയാണ് നമ്മുടെ ബോക്സിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യുകയാണ്. ലെറ്റ്സ് സീ ദ ബൂട്ടിംഗ് ടൈം. ഈ ഫോണിന്റെ ഒരു കുഴപ്പമുള്ളത്, ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണെങ്കിലും ഇതിന്റെ ഷോ യു ഇപ്പോൾ ബാക്ക് കണ്ടാലും ഒരു പ്രീമിയം ഫീലാണ്. പക്ഷെ ബട്ട് ദിസ് ഇസ് പ്ലാസ്റ്റിക്. ഓക്കെ, ഈ സ്വിച്ച് ഇവിടെ ഉണ്ടെങ്കിലും സ്വിച്ച് ഒരു ചീപ്പ് ക്വാളിറ്റി ഫീലാണ്. പക്ഷെ ഇറ്റ്സ് വെരി റെസ്പോൺസീവ്. ഈ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ഇറ്റ്സ് ക്വൈറ്റ് റെസ്പോൺസീവ് ഫോർ ദിസ് പ്രൈസ് പോയിന്റ്. ഫോൺ ഈസ് ക്വൈറ്റ് പ്രീമിയം ഇൻ ടേംസ് ഓഫ് ദ ഫീച്ചേഴ്സ് വി ഹാവ്. സോ ഫോൺ ബൂട്ടായി ഒരു അറൌണ്ട് 30 സെക്കൻഡ്സ് എടുത്തു. വൺ 120 ഹെർട്സ് ആണെങ്കിലും ചെറിയ ഒരു ലാഗ് ഉണ്ട്. ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻസ് വരുമ്പോൾ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ആപ്പ് സജഷൻസിലേക്ക് പോകുമ്പോഴും ലൈക്ക് ദർ ഇസ് എ സ്ലൈറ്റ്ലി ലാഗ്. ഇതിന്റെ ഒരു ലാഗിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ചിപ്സെറ്റ്. ഓക്കെ, സോ സിൻസ് ദേ പ്രൊവൈഡ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, നമ്മൾ ഫോൺ യൂസ് ചെയ്ത സമയത്ത് ഫോണ് പറ്റുന്നത്രയും സ്ലീപ്പ് മോഡിലോട്ട് പോകും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു അവേക്ക് റെസ്പോൺസ് കൊടുക്കുമ്പോൾ അത് സ്റ്റാർട്ട് ആകുമ്പോഴുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളതുകൊണ്ടാണ് ചെറിയ മൈനർ ലാഗ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഫോണിൽ ആപ്പ് ഡ്രോയർ ഉണ്ട്. ഇറ്റ്സ് വെരി കസ്റ്റമൈസബിൾ. നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള MIUI സജഷൻസ് ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാം, ഗൂഗിളിലാക്കാം. പക്ഷെ ആർക്കും അധികം അറിയത്തില്ല അതെങ്ങനെ ചെയ്യേണ്ടത്. ഐ വിൽ ഷോ യു. ഹോം സ്ക്രീൻ പോവുക, -1 screen, Google Discover. No more MIUI app drawer. Still, slight lag while you are scrolling down. പിന്നെ ഈ പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് ഹീറ്റിംഗ് ഫോൺ അധികം ഹീറ്റ് ആവുന്നില്ലെങ്കിലും ചെറിയ ഹീറ്റ് ആകുമ്പോൾ ഇറ്റ് ഫീൽസ് പ്ലാസ്റ്റിക്കിന്റെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഇറ്റ് ഫീൽസ് സ്ലൈറ്റ്ലി വാം ഇൻ ദ ബാക്ക് സൈഡ്. And the camera bulge is quite noticeable. Design wise, I prefer the X2 one, where with that vertical thing instead of this horizontal. But still, yeah, ഒരു പഴയ മോട്ടോറോള ഫീൽ ഉണ്ട് ഈ ക്യാമറ സെറ്റപ്പിന്. നമുക്ക് ഇനി ഫോണിന്റെ ക്യാമറ ഫീച്ചേഴ്സിലേക്ക് നോക്കാം. അപ്പം ഞാൻ ഗൂഗിൾ ക്യാമറ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഗോ ടു ദ ഡിഫോൾട്ട് ക്യാമറ. Default camera is quite good. Sony IMX686. ഡീഫോൾട്ട് ആയിട്ട് കുറെ മോഡ്സ് ഉണ്ട്, ഈസി ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. വൈഡ് ആംഗിൾ ഈസ് ക്വൈറ്റ് ഗുഡ്. ദിസ് ഇസ് ദ മാക്രോ വൺ. മാക്രോ ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. വീഡിയോ വി ഹാവ് എ ഡിഫറെന്റ് മോഡ്. 4K 30 FPS ഈസ് ക്വൈറ്റ് ഗുഡ്. ഈ വീഡിയോസിന്റെ ക്യാമറയുടെ സാമ്പിൾസ് ഐ വിൽ ഷോ യു
Pro mode ഉണ്ട്. Pro mode is quite good, but there is one another mode that we need to focus on. ഈ നൈറ്റ് സ്കൈ ഷൂട്ട് ചെയ്യാൻ നമ്മൾ യൂഷ്വലി പ്രോ മോഡാണ് യൂസ് ചെയ്യുന്നത്. പ്രോ മോഡ് യൂസ് ചെയ്ത് ഡിഫോൾട്ടായിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ നൈറ്റ് സ്കൈയിൽ കൊടുക്കുക വിത്ത് ട്രൈപോഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നൈറ്റ് സ്കൈ ഒക്കെ ഈസി ആയിട്ട് കിട്ടും. ദ മൂവി frame with the 4K 30 FPS is quite good, okay, but wish we had that 60 FPS which was missing from X2 and X3. Selfies are quite good. I will show you the samples in the, and there is one another video, okay, we can have this clone feature also. I will show you guys. There is slow motion, panorama, documents, vlog, front and back. It's like a good feature. Nokia 8-ലായിരുന്നു ഈ ഫീച്ചർ ആദ്യം വന്നിരുന്നത്. ഇപ്പം പല ഫോൺസിലും ഇത് അഡാപ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ബാറ്ററി നോക്കി, ഫോണിന്റെ ഡിസ്പ്ലേ ലുക്സ് റിയലി ഗുഡ്, ഓക്കെ. ചെറിയ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ക്യാമറയും കുറെ കാര്യങ്ങളും ഓപ്പൺ ചെയ്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഹെവി ഗെയിമിങ്ങിൽ ഒരു ക്വിക്ക് റിവ്യൂ നമ്മൾ തരുന്നതായിരിക്കും പബ്ജി വെച്ച്. പബ്ജിയിൽ എത്ര FPS ഏത് മോഡ് വരെ സപ്പോർട്ട് ആവുമെന്ന് കാണിക്കാം. ആൻഡ്രോയിഡ് 10 ആണ് സ്റ്റിൽ. 11 ഓൺ ദ വേ ആണ്. എപ്പോൾ വരുമെന്ന് അറിയില്ല. ഇതുവരെ നമുക്ക് പരസ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. സോ ഇറ്റ്സ് ലൈക്ക് എ ആഡ് ഫ്രീ സോഫ്റ്റ്വെയർ ദാറ്റ് വി ഹാവ്. Bluetooth is 5.2 version, so it's quite good. Display by default 120 Hz ആണ്. If you want better battery you can change it to 60 Hz. Dark mode is quite good. ഇതിന്റെ haptic feedback is very good. ഒരു തട്ടാണ് ബാക്കിലായിട്ട് ടിക് ടിക്. It feels real good. It's not like normal one. ഹായ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ചാർജർ. 30 വാട്ട് എന്നാണ് പറയണത്. ദിസ് റാപ്പിഡ് ചാർജ് USB cable C. So this looks premium. The charger looks premium. But if you need long battery life, I always suggest using chargers with less output, like the 18 watt Redmi Note 8 charger. It's better for the battery for the long run. ഇതിന്റെ വേറൊരു ഹൈലൈറ്റഡ് ഫീച്ചർ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ വി കുഡ് ഹിയർ ദ ഡിഫറൻസ് ഇൻ ദി ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ദ സോങ്സ്. നമുക്കൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. So audio quality is real good, okay, but there is one thing that you need to if you are using a headphone or a headset, it's quite good, but if you are using the loudspeaker while holding the phone, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ട് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് ബാക്കിൽ. ഹൈ പിച്ച് സോങ് പ്ലേ ചെയ്യുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലൈക്ക് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് ആൻഡ് എവറിത്തിങ്, ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ പെർഫെക്റ്റ് മിക്സ്, ബട്ട് ഇറ്റ്സ് ലൈക്ക് it's like a very good try from Poco. If you look at other phones under this range, Realme 5G option ഉണ്ട്, Poco M3 Pro ഉണ്ട്, പക്ഷെ അതൊക്കെ Qualcomm അല്ല, MediaTek ആണ്. MediaTek chipsets are very cheap quality. Snapdragon 732 is like a good mix of 720 and 730, so it's more efficient in theory. How efficient, we need to find it out. We need to find that out. പബ്ജി ഗെയിമിംഗ് റിവ്യൂ നമ്മൾ കാണിക്കുന്നതായിരിക്കും, ഒരു സ്ക്രീൻ റെക്കോർഡ് കാണിക്കാം വിത്ത് ദ ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ആൻഡ് എവറിഥിങ്. ഫോൺ ലുക്സ് ഹെവി ആൻഡ് slight heating charge in the back, but if you don't care about the look and you need like a beast phone under this price range, this is the best phone, because flagship phone 120 Hz, Sony IMX682 camera, 64 MB, 4K 30 FPS, and one thing you need to notice is that unlike the other Poco phones under 15K,
it has 4K 30 fps image stabilization, video stabilization. So that's one thing you guys need to consider if you are like a camera geek. ഗൈസ്, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, താഴെ കമൻറ്റ് ചെയ്യൂ. ലക്കി വിന്നർക്ക് പോക്കോ X3 128GB 6GB RAM ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. വി വിൽ അനൗൺസ് ദ വിന്നർ സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.